ഹായ് ഹലോ, A+ ലേണിംഗിലേക്ക് ഏവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഹിസ്റ്ററിയുടെ ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുകയാണ്. നോക്കാം, രസകരമായ ഒരു ടോപ്പിക്കാണ്. ഗാന്ധിജിയുടെ അപരന്മാർ. അങ്ങനെ ഉണ്ടോ? ഗാന്ധിജിയുടെ അപരന്മാർ ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഗാന്ധിജിയുടെ അപരന്മാർ എന്ന് പറയുന്നത്? നോക്കാം. ഒന്നാമത്തേത്, ആധുനിക ഗാന്ധി എന്ന് പറയുന്നത് ആരെയാണ്? ആധുനിക ഗാന്ധി എന്ന് പറയുന്നത് ബാബ ആംദെ. എന്താ പേര്? ബാബ ആംദെ. ആധുനിക ഗാന്ധി എന്ന് പറയുന്നത് ബാബ ആംദെ. മറക്കരുത്. ഈ ബാബ ആംദെ എന്ന് പറയുന്നത് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ് ബാബ ആംദെ. നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ബാബ ആംദെയാണ് ആധുനിക ഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആധുനിക ഗാന്ധി ആരാണ്? ബാബ ആംദെ ആണ് ആധുനിക ഗാന്ധി. അടുത്ത് നോക്കിക്കൊള്ളൂ, ആഫ്രിക്കൻ ഗാന്ധി എന്ന് പറയുന്നത് ആരെയാണ്? കെന്നത്ത് കൗണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. കെന്നത്ത് കൗണ്ട. അപ്പൊ കെന്നത്ത് കൗണ്ട ആരാണ്? ആഫ്രിക്കൻ ഗാന്ധിയാണ് കെന്നത്ത് കൗണ്ട എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സാംബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുകയും അത് വിജയിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയാവുകയും ചെയ്തു. അപ്പോൾ ആധുനിക ഗാന്ധി ബാബ ആംദെ. ഇപ്പൊ പഠിക്കും. ആധുനിക ഗാന്ധി ബാബ ആംദെ, ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. എന്നാൽ സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി അഥവാ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ നെൽസൺ മണ്ടേല. എന്താ പേര്? നെൽസൺ മണ്ടേല. അപ്പൊ ആരാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്? നെൽസൺ മണ്ടേലയാണ് അല്ലേ? ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ദക്ഷിണാഫ്രിക്ക നമുക്കറിയാമല്ലോ, അവിടുത്തെ ഭൂരിപക്ഷം വരുന്നത് കറുത്ത വർഗ്ഗക്കാരാണ്. എന്നാൽ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള വെളുത്ത വർഗ്ഗക്കാരാണ് അവിടെ എത്രയെങ്കിലും വർഷം ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരെ പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. എത്രയോ വർഷം അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്നു. അവസാനം അദ്ദേഹത്തെ എന്ത് ചെയ്തു? ജയിൽ മോചിതനാക്കുകയും സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റായിട്ട്, സ്വതന്ത്ര സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് അദ്ദേഹം നിയമിതനാവുകയും ചെയ്തു. അതാണ് സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന നെൽസൺ മണ്ടേല. ഒന്നുകൂടെ പറയാം. ആധുനിക ഗാന്ധി ബാബ ആംദെ, ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട, സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി ആരാണ്? നെൽസൺ മണ്ടേല എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ബർദോളി ഗാന്ധി എന്ന് പറയുന്ന ആളാരാണ്? ബർദോളി ഗാന്ധി സർദാർ വല്ലഭായി പട്ടേൽ. അപ്പോൾ ബർദോളി ഗാന്ധി എന്ന് പറയുന്നത് സർദാർ പട്ടേലാണ്. സർദാർ വല്ലഭായി പട്ടേലിനെയാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ആളുടെ പേര് ഡൽഹി ഗാന്ധിയാണ്. ഡൽഹി ഗാന്ധി. അപ്പോൾ ആരാണ് ഡൽഹി ഗാന്ധി എന്ന് പറയുന്നത്? അതായത് സി കൃഷ്ണൻ നായരെയാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. നെയ്യാറ്റിങ്കര സി കൃഷ്ണൻ നായർ എന്നാണ് മുഴുവൻ പേര്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഫേമസ് ആകുന്നത് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ഒരു 4-5 മലയാളികളുണ്ട്. അതിൽ ഒരാളാണ് ഈ ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന സി കൃഷ്ണൻ നായർ. നെയ്യാറ്റിങ്കര സി കൃഷ്ണൻ നായർ എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ ആരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്? സി കൃഷ്ണൻ നായരാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ബീഹാറിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബീഹാറിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മറക്കരുത്, ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് വേദാരണ്യം ഗാന്ധി എന്ന് പറയുന്നത് ആരാണ്? വേദാരണ്യം ഗാന്ധി എന്ന് പറയുന്നത് സി രാജഗോപാലാചാരി. അപ്പോൾ വേദാരണ്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ സ്ഥലമാണ് വേദാരണ്യം എന്ന് പറയുന്നത്. അപ്പോൾ വേദാരണ്യം ഗാന്ധി എന്ന് പറയുന്നത് സി രാജഗോപാലാചാരി. നമ്മൾ ഉപ്പ് സത്യാഗ്രഹം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ വേദാരണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന സി രാജഗോപാലാചാരി തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അതിന് നേതൃത്വം കൊടുക്കുന്നതും, ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നതും. രാജഗോപാലാചാരിക്ക് വേറൊരു ചോദ്യം കൂടെ ഉണ്ട്.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. അദ്ദേഹത്തെ ഇവിടെ എന്താണ് വിളിക്കുന്നത്? വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? നമ്മുടെ സി രാജഗോപാൽ ആചാര്യയാണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാം അല്ലേ? കേരള ഗാന്ധി കെ കേളപ്പനാണ്. കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. അടുത്ത് ആരാണ്? മാഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മാഹി ഗാന്ധി എന്നോ മയ്യഴി ഗാന്ധി എന്നോ മയ്യഴി മിശിക എന്നോ ഒക്കെ അറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്ററാണ്. എന്താ പേര്? ഐ കെ കുമാരൻ മാസ്റ്റർ. ഐ കെ കുമാരൻ മാസ്റ്റർ. അപ്പോൾ മാഹി ഗാന്ധി ഇദ്ദേഹം എന്താ ചെയ്തത്? അതായത് മാഹി അഥവാ മയ്യഴി ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്നു. ഫ്രാൻസിൽ നിന്നും ഇതിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, മോചിപ്പിക്കുന്നതിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് ആരാ? നമ്മുടെ ഐ കെ കുമാരൻ മാസ്റ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ത് പേരിലാണ്? മാഹി ഗാന്ധി എന്ന് വിളിക്കുന്നു. മാഹി ഗാന്ധി. അങ്ങനെയാണെങ്കിൽ അതിർത്തി ഗാന്ധി ആരാ? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആരാണ് അതിർത്തി ഗാന്ധി? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഗാഫർ ഖാൻ. അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. തീർന്നില്ല, ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ പഠിച്ചെടുക്കാം. ആധുനിക ഗാന്ധി ബാബ ആംദെ, ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട, സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല, ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ, ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ അഥവാ നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായർ, ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വേദാരണ്യം ഗാന്ധി രാജഗോപാലാചാരി, കേരള ഗാന്ധി കെ കേളപ്പൻ, മാഹി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. തിരിച്ചു പറഞ്ഞാലോ? ബാബ ആംദെ ആധുനിക ഗാന്ധി, കെന്നത്ത് കൗണ്ട ആഫ്രിക്കൻ ഗാന്ധി, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി, ബർദോളി സത്യാഗ്രഹം നയിച്ച വ്യക്തി അല്ലെ. പിന്നെയോ സി കൃഷ്ണൻ നായർ ഡൽഹി ഗാന്ധി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി, സി രാജഗോപാലാചാരി വേദാരണ്യം ഗാന്ധി, കെ കേളപ്പൻ കേരള ഗാന്ധി, ഐ കെ കുമാരൻ മാസ്റ്റർ മാഹി ഗാന്ധി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി. ക്ലിയർ ആണേ? നന്നായിട്ട് പഠിച്ചെടുക്കുക. ഇതിപ്പോൾ എല്ലാം നിങ്ങൾക്ക് കിട്ടില്ല, പക്ഷേ ആവർത്തിച്ച് കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിൽ വരും. ഇതിൽ പലതും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ശ്രദ്ധിച്ചോളണേ. ഓക്കെ, അടുത്ത് തീർന്നില്ല, ഇനിയുണ്ട്. ബർമീസ് ഗാന്ധിയാണ് അടുത്ത് വരുന്നത്. ആരാണ്? ബർമീസ് ഗാന്ധി. ബർമ നമുക്കറിയാം അല്ലേ? ബർമ. ആങ് സാൻ സൂക്കി എന്ന് പറയുന്നൊരു വനിതയാണ് കേട്ടോ. എന്താ പേര്? ആങ് സാൻ സൂക്കി. അതായത് നമ്മുടെ ബർമയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതായത് പട്ടാള ഭരണത്തിൽ നിന്നും ബർമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു മഹത് വനിതയാണ് ആങ് സാൻ സൂക്കി അല്ലേ? ബർമയുടെ പുതിയ പേര് നമുക്കറിയാം. എന്താ? മ്യാൻമാർ എന്നാണ്. മ്യാൻമാർ നമ്മുടെ അയൽവാസിയാണ് മ്യാൻമാർ. അപ്പൊ എന്താ പറയുന്നത്? ബർമീസ് ഗാന്ധി അഥവാ മ്യാൻമാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആങ് സാൻ സൂക്കി. ഒന്നുകൂടെ, ആങ് സാൻ സൂക്കി ബർമീസ് ഗാന്ധി എന്നറിയപ്പെടും. ബർമീസ് ഗാന്ധി. അടുത്ത് ഇന്തോനേഷ്യൻ ഗാന്ധി ആര് എന്ന് ചോദിച്ചാൽ അഹമ്മദ് സുക്കാർണോ. അഹമ്മദ് സുക്കാർണോ. അപ്പോൾ ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ പോരാടുകയും അവിടുത്തെ ഭരണാധികാരിയായി മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ആര്? അഹമ്മദ് സുക്കാർണോ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇന്തോനേഷ്യൻ ഗാന്ധി എന്നാണ്. അഹമ്മദ് സുക്കാർണോ വിശേഷിപ്പിക്കുന്നത് ഇന്തോനേഷ്യൻ ഗാന്ധി. ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ്സുകളുള്ള അല്ലെ, ഏറ്റവും കൂടുതൽ ഐലൻഡ്സുകളുള്ള ഒരു രാജ്യമാണ് ഏത്? ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. പിന്നെ വേറെയുണ്ട്. അതായത് നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്ന, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമായിട്ടും പറയുന്നത് ഈ ഇന്തോനേഷ്യയെ കുറിച്ചാണ്. അപ്പോൾ ബർമീസ് ഗാന്ധി അഥവാ മ്യാൻമാർ ഗാന്ധി ആങ് സാൻ സൂക്കി, ഇന്തോനേഷ്യൻ ഗാന്ധി എന്ന് പറഞ്ഞാൽ അഹമ്മദ് സുക്കാർണോ എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്ത് പറയുന്നത് കെനിയൻ ഗാന്ധി ആരാണ്? ജോമോ കെനിയാത്ത. കെനിയൻ ഗാന്ധി ആരാണ്? ജോമോ കെനിയാത്ത.
കെനിയയുടെ മോചനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും അവിടുത്തെ ഭരണാധികാരി ആവുകയൊക്കെ ചെയ്ത ഒരു മഹാനാണ് ആര്? ജോമോ കെനിയാത്ത. അപ്പൊ ജോമോ കെനിയാത്തയെ വിശേഷിപ്പിക്കുന്നത് കെനിയൻ ഗാന്ധി എന്നാണ്. കെനിയൻ ഗാന്ധി അപ്പോഴാരാണ്? ജോമോ കെനിയാത്ത. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ശ്രീലങ്കൻ ഗാന്ധി ആര് എന്നാണ്. ശ്രീലങ്കൻ ഗാന്ധി ആര് എന്നാണ്. ശ്രീലങ്കൻ ഗാന്ധി എന്ന് പറഞ്ഞാൽ A.T. അരിയരത്ന എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. A.T. അരിയരത്ന. A.T. അരിയരത്ന. അപ്പൊ A.T. അരിയരത്ന എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? ശ്രീലങ്കൻ ഗാന്ധി എന്ന് പറയുന്നത്. A.T. അരിയരത്ന. അതായത് ശ്രീലങ്കയിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? A.T. അരിയരത്ന. അതുകൊണ്ട് അദ്ദേഹത്തെ ശ്രീലങ്കൻ ഗാന്ധി എന്ന് വിളിക്കുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞ 4 ഒന്നുകൂടെ പറ. ആങ് സാൻ സൂക്കിയെ വിശേഷിപ്പിക്കുന്നത് ബർമീസ് ഗാന്ധി എന്നോ മ്യാൻമാറിലെ ഗാന്ധി എന്നോ. അഹമ്മദ് സുക്കാർണോയെ വിശേഷിപ്പിക്കുന്നത് ഇന്തോനേഷ്യൻ ഗാന്ധി എന്നാണ്. ജോമോ കെനിയാത്തയെ വിശേഷിപ്പിക്കുന്നത് കെനിയൻ ഗാന്ധി എന്നാണ്. A.T. അരിയരത്നയെ വിശേഷിപ്പിക്കുന്നത് ശ്രീലങ്കൻ ഗാന്ധി എന്നാണ്. A.T. അരിയരത്നയെ വിശേഷിപ്പിക്കുന്നത്. അടുത്ത് മറ്റൊരാളാണ് ബാൽക്കൻ ഗാന്ധി. ബാൽക്കൻ ഗാന്ധി ഇബ്രാഹിം റുഗേവ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താ പേര്? ഇബ്രാഹിം റുഗേവ. അപ്പോൾ ബാൽക്കൻ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇബ്രാഹിം റുഗേവ എന്ന വ്യക്തി. ബാൽക്കൻ രാജ്യങ്ങളൊക്കെ കേട്ടുണ്ടല്ലോ, ബാൽക്കൻ രാജ്യങ്ങൾ. അപ്പോൾ ഈ ബാൽക്കൻ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇബ്രാഹിം റുഗേവ എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്ത ജൂലിയസ് നെരേര എന്നൊരു വ്യക്തിയുണ്ട്. ജൂലിയസ് നെരേര. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ടാൻസാനിയൻ ഗാന്ധി എന്നാണ്. ജൂലിയസ് നെരേര. അപ്പോൾ ടാൻസാനിയൻ ഗാന്ധി ആരാണ്? ജൂലിയസ് നെരേരയാണ് ടാൻസാനിയൻ ഗാന്ധി. ഒന്നുകൂടെ, ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേര, ബാൽക്കൻ ഗാന്ധി ഇബ്രാഹിം റുഗേവ, ശ്രീലങ്കൻ ഗാന്ധി A.T. അരിയരത്ന, കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത, ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുക്കാർണോ, ബർമീസ് ഗാന്ധി അഥവാ മ്യാൻമാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആങ് സാൻ സൂക്കി. അവരെയാണ് ബർമീസ് ഗാന്ധി എന്നോ മ്യാൻമാറിലെ ഗാന്ധി എന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്ക് പറയേണ്ടത് അമേരിക്കൻ ഗാന്ധിയാണ്. അമേരിക്കൻ ഗാന്ധി എന്ന് പറയുന്നത് മാർട്ടിൻ ലൂഥർ കിങ്ങിനെയാണ്. ആരാണ് അമേരിക്കൻ ഗാന്ധി? മാർട്ടിൻ ലൂഥർ കിങ്. ഒന്നുകൂടെ, അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂഥർ കിങ്. അമേരിക്കൻ ഗാന്ധി എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂഥർ കിങ്ങിനെയാണ് അമേരിക്കൻ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത് പറയേണ്ടത് ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി ആരാണ്? അത് സൈമൺ ബൊളീവർ ആണ്. ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി എന്ന് പറയുന്നത് ആരാണ്? സൈമൺ ബൊളീവർ. സൈമൺ ബൊളീവർ അറിയാം അല്ലേ? ലാറ്റിൻ അമേരിക്കയുടെ മോചനത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് സൈമൺ ബൊളീവർ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ്? ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി എന്നാണ് സൈമൺ ബൊളീവറിനെ വിശേഷിപ്പിക്കുന്നത്. അടുത്ത് നോക്കൂ, ഈ ജർമ്മൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ജർമ്മനിയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ജെറാൾഡ് ഫിഷർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ജെറാൾഡ് ഫിഷർ. ജെറാൾഡ് ഫിഷർ എന്ന് പറയുന്ന വ്യക്തിയെയാണ് എന്തായിട്ട് പറയുന്നത്? ജർമ്മൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഖാനാ ഗാന്ധി, അടുത്ത വ്യക്തിയുടെ പേരാണ് എന്തോന്ന്? ഖാനാ ഗാന്ധി എന്ന് പറയുന്നത്. ഖാനാ ഗാന്ധി ആരെന്ന് ചോദിച്ചാൽ ക്വാമി എൻ ക്രൂമ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താണ്? ആരാണ് ഖാനാ ഗാന്ധി? ക്വാമി എൻ ക്രൂമ. ക്വാമി എൻ ക്രൂമയാണ് ഖാനാ ഗാന്ധി എന്നറിയപ്പെടുന്നത്. അവസാനം ജപ്പാൻ ഗാന്ധിയാണ്. ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കഗേവ എന്ന് പറയുന്ന വ്യക്തിയാണ്. കഗേവ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഗാന്ധിജിയുടെ അപരന്മാരായി പറയുന്നത്. ഒത്തിരി പേരുകൾ നമ്മൾ പറഞ്ഞു, പക്ഷെ ഇതിൽ പലതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ, ബർമീസ് ഗാന്ധി അഥവാ മ്യാൻമാർ ഗാന്ധി ആങ് സാൻ സൂക്കി, ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുക്കാർണോ, കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത, ശ്രീലങ്കൻ ഗാന്ധി A.T. അരിയരത്ന, ബാൽക്കൻ ഗാന്ധി ഇബ്രാഹിം റുഗേവ. ഒന്നുകൂടെ, ബാൽക്കൻ ഗാന്ധി ഇബ്രാഹിം റുഗേവ,
ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേര, അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്, ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബൊളീവർ, ജർമ്മൻ ഗാന്ധി ജെറാൾഡ് ഫിഷർ, ഘാന ഗാന്ധി കോമി എൻ ക്രൂമ, ജപ്പാൻ ഗാന്ധി കഗേവ. തിരിച്ചു പറയാം: കഗേവ ജപ്പാൻ ഗാന്ധി, കോമി എൻ ക്രൂമ ഘാന ഗാന്ധി, ജെറാൾഡ് ഫിഷർ ജർമ്മൻ ഗാന്ധി, സൈമൺ ബൊളീവർ ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി, മാർട്ടിൻ ലൂഥർ കിങ് അമേരിക്കൻ ഗാന്ധി, ജൂലിയസ് നെരേര ടാൻസാനിയൻ ഗാന്ധി, ഇബ്രാഹിം റുഗേവ ബാൽക്കൻ ഗാന്ധി, എ.ടി. അരിയരത്ന ശ്രീലങ്കൻ ഗാന്ധി, ജോമോ കെനിയാത്ത കെനിയൻ ഗാന്ധി, അഹമ്മദ് സുക്കാർണോ ഇന്തോനേഷ്യൻ ഗാന്ധി, ആങ് സാൻ സൂക്കി ബർമീസ് ഗാന്ധി ഓർ മ്യാൻമാർ ഗാന്ധി. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ കൊടുക്കുക. ഇതുപോലുള്ള ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.